ഹലോ, വെൽക്കം ടു ആഡ് എ പിഞ്ച് ബൈ ഷെയ്ൻ. ഇന്ന് നമുക്ക് മിക്സ്ഡ് ഫ്രൂട്ട് പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് സാധാരണ തമിഴ് ബ്രാഹ്മിൻസിന്റെ കല്യാണത്തിന്റെ സദ്യയുടെ കൂടെ വിളമ്പുന്ന ഒരു ഡിഷാണ്. നമ്മുടെ സദ്യയുടെ കൂടെ മധുര പച്ചടി വിളമ്പുന്നത് പോലെ തന്നെയാണ് അവരുടെ സൈഡിലോട്ട് ഈ ഒരു പച്ചടി വിളമ്പുന്നത്. നമ്മൾ സാധാരണ പച്ചടി ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ പച്ചടി. കല്യാണങ്ങളിൽ അവർ ഇതിന് കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളർ യൂസ് ചെയ്യാറുണ്ട്. അതിന് പകരമായിട്ട് ഞാനിവിടെ ബീട്രൂട്ടിന്റെ ജ്യൂസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഈ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. ഈ മിക്സ്ഡ് ഫ്രൂട്ട് പച്ചടി കഴിക്കുമ്പം അതിൻ്റെ കൂടെ ഇച്ചിരി റണ്ണി ആയിട്ടുള്ള ഒരു ലിക്വിഡ് കാണും. അതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ 2 പഴുത്ത തക്കാളി എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറുതായിട്ട് ഇനി കട്ട് ചെയ്ത് ഒരു മിക്സി ജാറിലിട്ട് ശരിക്കും ഒന്ന് അരച്ചെടുക്കണം. അതാണ് ഈ മിക്സ്ഡ് ഫ്രൂട്ട് പച്ചടിയുടെ ബേസ് ആയിട്ട് വരുന്നത്. ഈ ടൊമാറ്റോ ശരിക്കും ഇനി അരച്ചെടുത്തതിന് ശേഷം ഈ പച്ചടിയുടെ ബേസ് എങ്ങനെയാണ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് അളവ് മനസ്സിലാവും. ഈ പഞ്ചസാര ശരിക്കും ഈ വെള്ളത്തിൽ കിടന്ന് അലിഞ്ഞ് ഒരു ചെറിയൊരു തിക്ക് കൺസിസ്റ്റൻസി ആവണം. ഒത്തിരി തിക്കാവേണ്ട കാര്യമില്ല. ഈ വെള്ളം ഒരുവിധം ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര ശരിക്കും മിക്സായി ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ ഒരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഈ ഒരു ഇഞ്ചിയുടെ പീസ് ഞാൻ എടുത്ത് കളയും. അതുകൊണ്ടാണ് ഇവിടെ വലുതാക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ എടുത്ത് കളയാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഈ ഇഞ്ചിയുടെ ഫ്ലേവർ ഒന്ന് ഇറങ്ങുന്നിടം വരെ നമുക്കിതൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒഴിച്ചു കൊടുത്തേക്കുന്ന വെള്ളം ഒന്ന് പകുതി ആകുന്നിടം വരെ ശരിക്കും ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി. എനിക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ ഇതിനകത്ത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇപ്പോൾ എല്ലാം ശരിക്കും ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്ന വെള്ളം പകുതിയായിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചേക്കുന്ന ടൊമാറ്റോ പ്യൂരെ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ടൊമാറ്റോ പ്യൂരെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ സ്കിന്നൊന്നും കളയാതെയാണ് അരച്ചെടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ശരിക്കും ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു പച്ചടി നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൽ ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഞാൻ കഴിച്ചിട്ടുള്ള പച്ചടിയുടെ ബേസ് ടൊമാറ്റോ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പിയിൽ ടൊമാറ്റോ ബേസാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിനി ടൊമാറ്റോയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഈ സെയിം റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഇവിടെ ടൊമാറ്റോ ആഡ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. ഇപ്പോൾ ഇതൊന്ന് ശരിക്കും തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1 ടീസ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ബീട്രൂട്ടിന്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് ഒഴിച്ചതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്കിത് ഒഴിച്ചു കൊടുക്കുമ്പോഴേ കാണാൻ പറ്റും. സാധാരണ ആ ഒരു ടൊമാറ്റോയുടെ കളറൊക്കെ മാറി ഇവിടെ കറക്റ്റ് നമ്മൾ കളർ ചേർത്തേക്കുന്നത് പോലത്തെ ആ ഒരു ബ്രൈറ്റ് റെഡ് കളർ ആകുന്നത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു ബീട്രൂട്ട് പീസ് എടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്താൽ മതി. ആ ഒരു കറക്റ്റ് പച്ചടി റെസിപ്പിയുടെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചിരിക്കുന്നത്. അല്ലാതെ സാധാരണ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ മിക്കപ്പോഴും ഒഴിക്കാറില്ല ഈ സാധനം. ഇവിടെ ഇപ്പോൾ ഞാൻ മുകളിലും താഴെയായിട്ട് ബീട്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്തതും ആഡ് ചെയ്യാത്തതും കാണിച്ചിട്ടുണ്ട്. മുകളിലുള്ളത് ഒഴിക്കാത്തതും താഴെയുള്ളത് ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ചതുമാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു കളർ ഡിഫറൻസ്. ഇപ്പോൾ ടൊമാറ്റോയുടെ റോ ടേസ്റ്റ് ഒക്കെ മാറി നല്ലവണ്ണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ 1/4 ടീസ്പൂൺ റോസ് വാട്ടറാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് തണുക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഫ്രൂട്ട്സ് ആണ് ഈ പച്ചടിയിൽ യൂസ് ചെയ്യുന്നത് അതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഈ പച്ചടിക്ക് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ കല്യാണ സദ്യക്ക് വിളമ്പുമ്പം ആപ്പിളും പൈനാപ്പിളും പെയറുമാണ് മുമ്പോട്ട് നിൽക്കുന്നത്. ഇവിടെ എൻ്റെ കയ്യിൽ പൈനാപ്പിൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് പകരമായിട്ട് കുറച്ച് സ്ട്രോബെറീസും കിവിയുമാണ് എടുത്തിരിക്കുന്നത്.
ഇപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യാം. നിങ്ങൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കുമ്പോൾ കളർ മാറാൻ ചാൻസ് ഉള്ള ഫ്രൂട്ട്സ് ഏറ്റവും ലാസ്റ്റ് കട്ട് ചെയ്തെടുത്താൽ മതി. അതായത് ഇവിടെ ആപ്പിളിൻ്റെതും പേരിൻ്റെതും കളർ പെട്ടെന്ന് മാറുന്നത് കൊണ്ട് നമ്മൾ ടൊമാറ്റോ പ്യൂരിയിലോട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് മാത്രം അത് ഇട്ട് കൊടുത്താൽ മതി അരിഞ്ഞതിന് ശേഷം. ഇവിടെ ഞാൻ എടുത്തിരുന്ന പഴത്തിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൂട്ട്സിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് തണുക്കാൻ മാറ്റി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരിയുടെ മിക്സ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ആ ഒരു ഇഞ്ചിയുടെ പീസ് നിങ്ങൾ എടുത്ത് മാറ്റാൻ മറക്കരുത്. ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഞാൻ വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് വാൾനട്ടും കാഷ്യൂനട്ടും അതുപോലെ തന്നെ റേസിൻസുമാണ്. നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതിട്ട് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം ഈ ബോക്സ് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എനിക്ക് ഈ പച്ചടി തണുപ്പിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തണുപ്പിച്ചോ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലോ കഴിക്കാവുന്നതാണ്. പക്ഷേ ഇതൊരു മിനിമം 2 മണിക്കൂറെങ്കിലും ഇത് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കണം. ഇപ്പോൾ ഇത് ഫ്രിഡ്ജിലിരുന്ന് ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം. ഇതിനകത്ത് ടൊമാറ്റോ നമ്മൾ ആഡ് ചെയ്യാതെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൂട്ട് സാലഡ് വിത്ത് ഐസ്ക്രീം കഴിക്കില്ലേ, ആ ഒരു ഫ്രൂട്ട് സാലഡിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.